ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7 മാത്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ഷോർട്ട് ഹാൻഡ് മാത്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിനകത്ത് മുഴുവൻ ഞാൻ ഈ ലെസൺ വായിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഷോർട്ട് ഫോംസ് എങ്ങനെ എഴുതാം എന്ന് പഠിക്കാം. ഷോർട്ട് ഫോംസ് എങ്ങനെ എഴുതും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കൂ, 6 ആഡഡ് ടു എക്സ് ഇസ് ഈക്വൽ ടു 6നെ എക്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ചോദ്യം. 6നെ എക്സിൻ്റെ കൂടെ എങ്ങനെ ആഡ് ചെയ്യും? എക്സ് പ്ലസ് 6 എന്ന് എഴുതിയാൽ മതി അല്ലേ. 2 ആഡഡ് ടു 4, ഇപ്പം നമ്മൾ നമ്പേഴ്സാണ് എടുക്കണമെങ്കിൽ 2 ആഡഡ് ടു 4, അപ്പം 4ൻ്റെ കൂടെ 4 പ്ലസ് 2 എന്ന് എഴുതിയാൽ മതിയാവും. 2 ആഡഡ് ടു വൈ, ഇനി 2നെ വൈയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ വൈ ആദ്യം എഴുതുക, വൈ പ്ലസ് 2, അതാണ് 2 ആഡഡ് ടു വൈ. 2നെ വൈയുടെ കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈ ആദ്യം എഴുതിയിട്ട് രണ്ടാമത് ആണ് 2 എഴുതേണ്ടത്. 7 മൈനസ് ഫ്രം സെഡ്, ഇസഡിൽ നിന്ന് നമ്മൾ 7നെ ഒന്ന് കുറക്കണം. അപ്പോൾ ആദ്യം ഇസഡ് എഴുതുക, എന്നിട്ട് 7നെ കുറക്കുക. 9 മൈനസ് ഫ്രം ഡി, ഡിയിൽ നിന്ന് 9നെ മൈനസ് ചെയ്യണം. അപ്പോൾ ഡി ആദ്യം എഴുതുക, എന്നിട്ട് 9 കുറക്കുക. എക്സ് മൈനസ് ഫ്രം 12, ഇനി 12ൽ നിന്ന് എക്സ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 12 ആദ്യം എഴുതുക, എന്നിട്ട് എക്സ് കുറക്കുക. 4 ടൈംസ് 2, അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ അഡീഷനും കഴിഞ്ഞു, സബ്ട്രാക്ഷനും കഴിഞ്ഞു, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. 4 ടൈംസ് 2, 4 മടങ്ങ് 2, അപ്പോൾ 4 ഇൻറ്റു 2 ആണ് 4 ടൈംസ് 2. 4 ടൈംസ് എസ്, അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് എസ് എങ്ങനെയായിരിക്കും എഴുതുക? 4 മടങ്ങ് എസ്, 4 ഇൻറ്റു എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 4s എന്ന് എഴുതാം. അപ്പോൾ ഒരു നമ്പറും ഒരു വേരിയബിളും വരുമ്പോൾ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ സെഡ് എ ബി സി ഡി ഏത് ആൽഫബറ്റ് വേണമെങ്കിലും ആകാം വേരിയബിൾ. ഒരു വേരിയബിളും ഒരു നമ്പറും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടില്ലെങ്കിലും മൾട്ടിപ്ലൈ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇനി 2 ടൈംസ് വൈ, 2 ടൈംസ് വൈ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വൈ ആണ് ഞാൻ അവിടെ എഴുതിയത്. എക്സ് ആണ് നമ്മൾ ഇൻറ്റുവിന് പകരമൊക്കെ ഇടാറുള്ളത്, അതുകൊണ്ടാണ് 2xy എന്നായിപ്പോയത്. 2 ഇൻറ്റു വൈ ആണ്, ദാറ്റ് ഇസ് 2y. ട്വൈസ് സെഡ്, ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എന്നാണ് അർത്ഥം, 2 മടങ്ങ്. അപ്പോൾ 2 ഇൻറ്റു ഇസഡ് ആണ് 2z. ത്രൈസ് എൻ, ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ്. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 ടൈംസ് ആണ്, 3 ഇൻറ്റു എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു 3n. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എഴുതുന്നത്, ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എഴുതുന്നത് ഇങ്ങനെ നോക്കിയിട്ടാണ്. ഇനി ഇവിടെ ഒരെണ്ണം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ നമ്പർ ആഡഡ് ടു ട്വൈസ് എ നമ്പർ ഗിവ്സ് 3 ടൈംസ് എ നമ്പർ. എ നമ്പർ, ഒരു നമ്പർ, അപ്പോൾ ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എക്സ് വൈ സെഡ് പി ക്യു ആർ, ഏത് ആൽഫബറ്റ് വേണമെങ്കിലും ആകാം. ഏത് ആൽഫബറ്റ് എടുത്താലും ആ ആൽഫബറ്റിനെ നമ്മൾ എ നമ്പർ, ഒരു നമ്പറിന് പകരം നമ്മൾ എടുക്കുന്ന ഒരു ആൽഫബറ്റ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ എക്സ് തന്നെ വേണം വൈ തന്നെ വേണമെന്നൊന്നും ഇല്ല. അപ്പോൾ അതിനെ എ നമ്പർ ആഡഡ് ടു ട്വൈസ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ കൂടെ ആ നമ്പറിൻ്റെ തന്നെ 2 മടങ്ങ് കൂട്ടിയാൽ നമുക്ക് 3 മടങ്ങ് ആ നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്പർ എടുക്കുക, ദാറ്റ് ഇസ് എക്സ്. ആ നമ്പറിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടി? 2 മടങ്ങ് കൂട്ടി. അപ്പോൾ 2 ടൈംസ് എക്സ് നമ്മൾ കൂട്ടി, ദാറ്റ് ഇസ് 2x. ഇവിടെ നമ്മൾ 2x കണ്ടില്ലേ? ഈ 2x നമ്മൾ, ഇതാണ് 2 ടൈംസ് എക്സ്, ട്വൈസ് എ നമ്പർ. ഇത് നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 മടങ്ങ് നമ്പർ കൂട്ടി. അപ്പോൾ 2 പ്ലസ് ഇവിടെ 1 ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ 1 ഉണ്ട്, അപ്പോൾ 2ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 3. ഇത് ഈ എക്സിന് നമ്മൾ ചക്കയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2 ചക്ക പ്ലസ് 1 ചക്ക ഇസ് ഈക്വൽ ടു എത്ര ചക്ക? 3 ചക്ക. മനസ്സിലായ? 2 ചക്കയുടെ കൂടെ 1 ചക്ക കൂട്ടിയാലും 3 ചക്ക കിട്ടും. സോ സിമ്പിൾ, അത്രേ നമ്മളിവിടെ ഉദ്ദേശിക്കണുള്ളൂ. 2xൻ്റെ കൂടെ ഒരു എക്സ് കൂട്ടിയാൽ നമുക്ക് 3x കിട്ടും. അതിപ്പോൾ ചക്കയല്ല മാങ്ങ ആയിക്കഴിഞ്ഞാൽ മാങ്ങാന്ന് എഴുതണം, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്ന് എഴുതണം. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു എക്സ്പ്രഷൻ നോക്കൂ. 3x പ്ലസ് 2x ഇസ് ഈക്വൽ ടു 5x. അപ്പം ഇതെന്തായിരിക്കും? 3x എന്ന് പറഞ്ഞാൽ 3 ടൈംസ് എക്സ് ആണ്, 3 ടൈംസ് ദ നമ്പർ, ത്രൈസ് ദ നമ്പർ. ഇത് ട്വൈസ് ദ നമ്പർ. അപ്പം നോക്കൂ, ട്വൈസ് എ നമ്പർ, അതായത് ഇത് 2 ടൈംസ് എ നമ്പർ ആഡഡ് ടു, കൂട്ടി, അഡീഷൻ്റെ ചിഹ്നം, ത്രൈസ് ദ നമ്പർ, 3 പ്രാവശ്യം ഒരു നമ്പർ, ഗിവ്സ് 5x അല്ലേ? 3 ചക്ക പ്ലസ് 2 ചക്ക ഇസ് ഈക്വൽ ടു 3 2 5, 5 ചക്ക കിട്ടിയില്ലേ? 3ൻ്റെ കൂടെ 5 കൂട്ടി 2 കൂട്ടി 5 കിട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ
അഡീഷൻ എക്സ്പ്രഷൻസിൻ്റെ കാര്യം. ഇനി താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ നോക്കാം. 0 ആഡഡ് ടു എനി നമ്പർ ഗിവ്സ് ദ സെയിം നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിന് കൂടെ 0 ആഡ് ചെയ്താൽ നമുക്ക് ആ സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. നമുക്കതറിയാമല്ലോ. രണ്ടിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ 2 + 0 2 തന്നെ കിട്ടും. 5 + 0 5 തന്നെ കിട്ടും. 10 + 0 10. 100 + 0 100. 1,99,900 + 0 1,99,900 തന്നെ കിട്ടും. ഇനി 0 സബ്ട്രാക്റ്റഡ് ഫ്രം എനി നമ്പർ ഗിവ്സ് ദ സെയിം നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. അതും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 3 നിന്ന് 0 കുറച്ചാൽ 3 തന്നെ കിട്ടും. 10 നിന്ന് 0 കുറച്ചാൽ 10 തന്നെ കിട്ടും. 7 നിന്ന് 0 കുറച്ചാൽ 7 തന്നെ കിട്ടും. മനസ്സിലായില്ലേ? എനി നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ സെയിം നമ്പർ ഗിവ് 0. ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അതും നമുക്കറിയാം. 5 - 5 0. 99 - 99 0. 199 - 199 0. മനസ്സിലായില്ലേ? അതാണ് y - y = 0 കിട്ടുന്നത്. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 ഈസ് 0. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആണ്. ഇതും നമുക്കറിയാം. y × 0 = 0. എനി നമ്പർ ഡിവൈഡ് ബൈ സെയിം നമ്പർ ഗിവ്സ് 1. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 2/2 = 1. 4/4 = 1. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ y/y = 1. yയിൽ 1 ടൈംസ് പോകും. അങ്ങനെ ട്വൈസ് എ നമ്പർ ആഡഡ് ടു ദ നമ്പർ മേക്സ് 3 ടൈംസ് എ നമ്പർ. അപ്പോൾ ട്വൈസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ആ നമ്പർ തന്നെ വീണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2y ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആ നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ y തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ 2y + 1y = 3y. ഞാൻ 3y എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു സ്പേഷ്യസ് അല്ലാത്തത് കൊണ്ട് പറ്റുന്നതാണ്. 3y ഞാൻ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. 3y. ഇനി അടുത്തത് ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് എ നമ്പർ ഗിവ്സ് എ നമ്പർ. ഇനി അടുത്തത് നോക്കൂ. 3yയിൽ നിന്ന് 2y കുറച്ചാൽ ട്വൈസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് ഒരു നമ്പറിൻ്റെ. ത്രൈസ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ആ സെയിം നമ്പറിൻ്റെ 3 മടങ്ങ്. 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മടങ്ങ് കിട്ടണമെന്നാണ് പറഞ്ഞിട്ട്. അല്ല, 1 മടങ്ങാണ് കിട്ടുക. 3ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ 3 മാങ്ങയിൽ നിന്ന് 2 മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ 1 മാങ്ങ കിട്ടും. അത്രേ ഉള്ളൂ. എ നമ്പർ ആഡഡ് ടു എ നമ്പർ ആൻഡ് ദെൻ ദ ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഗിവ്സ് ഒറിജിനൽ നമ്പർ. ഇനി അടുത്തത് നോക്ക്. ഒരു നമ്പർ, അതായത് നമ്മളിപ്പോൾ അവിടെ 5 എടുത്തിട്ടുണ്ട്. 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. എന്നിട്ട് ഈ 2നെ നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 തന്നെയല്ലേ കിട്ടുള്ളൂ. 5ൽ നിന്ന് 2 കൂട്ടിയാൽ 7. 7ൽ നിന്ന് പിന്നെ 2 കുറച്ചാൽ 5. മനസ്സിലായില്ലേ? അത് തന്നെ x + y = y - y. എക്സിൻ്റെ കൂടെ y കൂട്ടുക, അതിൽ നിന്ന് y തന്നെ കുറക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? x തന്നെ കിട്ടും. ഇതാണ് അടുത്ത പ്രോബ്ലം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. x + y + z = x + y + z. അതായത് ബ്രാക്കറ്റാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കണക്കാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് എന്തിനാണ്? ആദ്യം പ്രയോറിറ്റി അതിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ. ആദ്യം നമ്മൾ അത് ചെയ്യണം, എന്നിട്ട് വേണം പുറത്തുള്ളത് ചെയ്യാൻ. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. 2 + 3 + 4 ആണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കണം 2 + 3 ചെയ്യണം. 2 + 3 5, 5 + 4 9 കിട്ടി. ഇനി ഇപ്പുറത്തെ വശത്ത് വരൂ. ഇപ്പുറത്തെ വശത്ത് എന്താണ്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് 3 + 4 ആണ്. 3 + 4 കൂട്ടുമ്പോൾ 7 കിട്ടി. 7 + 2 9 കിട്ടി. ആൻസർ സെയിം കിട്ടിയില്ലേ? എങ്ങനെ ചെയ്താലും ആൻസർ സെയിം കിട്ടും. ഇനി അടുത്ത കണക്ക് നോക്കൂ. x - y - z. x - y + z ഫോർ എനി 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണത്? മൈനസ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ മൈനസ് ചെയ്യും. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് മൂന്നാമത്തെ നമ്പർ മൈനസ് ചെയ്യും അല്ലേ? ഇനി അങ്ങനെ അല്ലാത്ത രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പർ ഒന്ന് കൂട്ടുക. എന്നിട്ട് ആദ്യത്തെ നമ്പറിൽ നിന്ന് ഈ ഉത്തരം കുറയ്ക്കുക. അങ്ങനെയും ചെയ്യാമെന്നാണ് ഈ എക്സ്പ്രഷൻ പറയുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ 5 - 2 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 - 2 ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. 5ൽ നിന്ന് 2 പോയാൽ 3 കിട്ടി. അപ്പോൾ ഈ 3ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? ഇനി അതുപോലെ അപ്പുറത്തെ സൈഡ് ചെയ്യൂ. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? 5 - 2 + 1 ബ്രാക്കറ്റിലാണ്.
അപ്പോൾ ഈ 2+1 ബ്രാക്കറ്റിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2+1 3 3 നമുക്ക് കിട്ടി. ഇപ്പം 5-ൽ നിന്ന് 3 പോയാൽ 2 കിട്ടി. ആൻസർ സെയിം കിട്ടിയില്ലേ? ഇതാണ് ഈ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നോക്കൂ. അതായത് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കൂ. 201നെ 500 നിന്ന് മൈനസ് ചെയ്യണം. സബ്ട്രാക്ട് 201 ഫ്രം 500. 500 നിന്ന് 201 എങ്ങനെ മൈനസ് ചെയ്യും? ആദ്യം 500 നിന്ന് 200 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 300 കിട്ടും. ഈ 300 നിന്ന് 1 കുറച്ചാൽ പോരെ. അപ്പോൾ 299 കിട്ടിയില്ലേ? അങ്ങനെ ഈസി മെത്തേഡ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? അതിനൊരു എക്സാമ്പിളാണ് നമുക്കത് ഈ തന്നിട്ടുള്ളത്. ഇതൊന്ന് നോക്കൂ. ഇവിടെ ഒന്ന് നോക്കിക്കേ. നോക്കൂ, ഇതുണ്ടോ? 7 - 4 - 2. 7-ൽ നിന്ന് 4 കുറച്ച് 3 കിട്ടി. 3-ൽ നിന്ന് 2 കുറച്ച് 1 കിട്ടി. അത് കിട്ടിയത് മനസ്സിലായില്ലേ? ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കൂ. അതിനകത്ത് 7 - 4 - 2. ഈ 4 - 2 ആണ് ബ്രാക്കറ്റിൽ. അപ്പം ആദ്യം നമ്മൾ 4-ൽ നിന്ന് 2 കുറക്ക്. 4-ൽ നിന്ന് 2 കുറക്കുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? 4 - 2 2 കിട്ടി. ഇനി 7-ൽ നിന്ന് ഈ 2 കുറക്കുമ്പോൾ എത്ര കിട്ടും? 7 - 2 5 ആണ് കിട്ടുന്നത്. അപ്പം ആൻസർ വ്യത്യാസമല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ വേണം ചെയ്യാൻ. ആ ഓർഡറിൽ വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. പിന്നെ ഇത് നോക്കൂ. 49 + 125 + 75. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് 125 + 75 എത്ര കിട്ടും? 200 കിട്ടും. 200ൻ്റെ കൂടെ 49 കൂട്ടിയാൽ പോരെ? അപ്പോൾ 249 കിട്ടിയില്ലേ? ഈസി മാത്സ് ആണത്. ഇനി അടുത്ത നോക്കൂ. 3 1/2 + 8 3/4 + 1/4. ഈ 3 8 3യുടെയും 8ൻ്റെയും കൂടെ ഈ മുക്കാല് കണ്ടോ? 3/4ഉം ഈ കാലും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടിയില്ലേ? ആ 1ഉം ഈ 8ഉം കൂടി കൂട്ടുമ്പോൾ 9 കിട്ടും. 9 + 3 12 കിട്ടി. 12ൻ്റെ കൂടെ അര, അപ്പോൾ 12.5. ഓക്കെ. ഇനി അടുത്ത നോക്കൂ. 15.5 + 0.27 + 0.75. ഈ 0.27നെയും 0.75നെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ആ 1 15ൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് 16 കിട്ടും. അപ്പോൾ 16.5. ഇനി 38 + 27 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30 + 20 50. 50ൻ്റെ കൂടെ 8 + 7 കൂട്ടിയാൽ 65 കിട്ടി. 50ൻ്റെ കൂടെ 15 കൂട്ടുക. ഇനി 138 + 64. ഈ 136ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 140 കിട്ടും. 140 + 60 120. മെൻ്റൽ മാത്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മൈൻഡിൽ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നോക്ക്. ഈ കണക്കൊന്ന് നോക്കാം. 135 - 73 - 27 ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ഫോർമുല പ്രകാരമാണ് ചെയ്യേണ്ടതെങ്കിൽ 73 + 27 ആദ്യം ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പോൾ 135ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ നമുക്ക് 35 ആണ് ആൻസർ കിട്ടുക. ഇനി 37 - 1 1/2 - 1/2 എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് നെക്സ്റ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 1/2 - 1/2 എന്നുള്ളതിനെ 1 1/2യും 1/2 കൂടി പ്ലസ് ചെയ്യാം. അതായത് വൈയും ഇസഡും കൂടി നമ്മൾ പ്ലസ് ചെയ്യാനാണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. 1.5യുടെ കൂടെ അര ചേർക്കുമ്പോൾ 2 കിട്ടും. 37ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 35 കിട്ടും. എൻ്റെ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് ഭാഗം വെച്ചിട്ടുള്ള ആൻസേഴ്സാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് ഭാഗം വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് 298 - 4.5. ഈ 298 ഇത് 4 കുറച്ചാൽ എത്ര കിട്ടും? 3.5 കിട്ടും. ഈ 3.5 നിന്ന് 293.5 നിന്ന് 3.5 കുറച്ച് 290 കിട്ടും. 78 നിന്ന് 29 കുറച്ചാൽ എത്ര കിട്ടും? 49 കിട്ടും. 140 നിന്ന് 51 കുറച്ചാൽ. സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഇഫ് വി ആഡ് എ ലാർജ് നമ്പർ ആൻഡ് ദെൻ സബ്ട്രാക്ട് എ സ്മോളർ നമ്പർ or add the difference of the smaller number from the larger, either we get the same answer. x + y - z ചെയ്താലും x വൈന്ന് z കുറച്ചിട്ട് പിന്നെ x ചെയ്താലും നമുക്ക് ആൻസർ സെയിം കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് 99 ആഡഡ് ടു 25? 99ൻ്റെ കൂടെ 25 ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 99ൻ്റെ കൂടെ 25ൽ നിന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര? 100 കിട്ടി. 100ൻ്റെ കൂടെ 24 കൂട്ടിയാൽ
124 കിട്ടി. ദിസ് വി ക്യാൻ ഡു മെൻ്റലി ആസ് 100 ആഡഡ് ടു 25 ഈസ് ഈക്വൽ ടു 125 എന്നിട്ട് -1 ചെയ്ത് കഴിഞ്ഞാൽ 124 കിട്ടും. അതുപോലെ ബാക്കിയുള്ള കണക്കുകൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 136 പ്ലസ് 29 മൈനസ് 19 ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, 136 തന്നെ ആയിട്ട് എഴുതാം. 136 പ്ലസ് 10, ഈ 29 നിന്ന് 19 കുറച്ചാൽ നമുക്ക് 10 കിട്ടും. 136ഉം 10 കൂടി കൂട്ടുമ്പോൾ 146 കിട്ടും. 3 1/2 പ്ലസ് 5 3/4 മൈനസ് 2 1/4. ഇതിനകത്ത് എന്താ ചെയ്യണത്? ഈ 3 1/2 പ്ലസ് 5 3/4 മൈനസ് 2 1/4നകത്ത് 5 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. 3/4 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ ഒരു 2/4 കിട്ടും. 2/4 എന്നുള്ളത് 1/2 ആയി മാറും. അപ്പോൾ 3 + 3 6 + 1 7 ആണ് നമുക്ക്. ഇനി അടുത്ത നോക്കൂ, 14.5 നിന്ന് 12.5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി 2 ആണ് കിട്ടുന്നത്. 298 പ്ലസ് 2 ചെയ്താൽ 300 കിട്ടും. ഇനി 23 പ്ലസ് 35 മൈനസ് 18 ആണ്. ഇതിനകത്ത് 23 പ്ലസ് 17 = 40 കിട്ടും. 65 പ്ലസ് 98 136 കിട്ടും. ഇനി അടുത്ത സമം എക്സ്പ്രഷൻ നോക്കൂ. x മൈനസ് വൈ പ്ലസ് ഇസഡ് = x മൈനസ് വൈ മൈനസ് ഇസഡ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഡു ദ പ്രോബ്ലംസ് ഇൻ ഹെഡ്. മൈൻഡിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 135 മൈനസ് 73 പ്ലസ് 23 ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, 135 അങ്ങനെ തന്നെ എഴുതാം. ഈ 73 മൈനസ് 23 എന്നുള്ളത് 50. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 135 മൈനസ് 50 85 കിട്ടി. ഇനി അടുത്തത് ആൻസർ നോക്കൂ. ഈ 8 1/2 നിന്ന് 1/2 കുറക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. 8.5 നിന്ന് അര കുറച്ചാൽ 8 കിട്ടി. ഈ 38 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 30 കിട്ടും. ഇനി 19 മൈനസ് 6.5 പ്ലസ് 2.5 ആണ്. ഈ 6.5 നിന്ന് 2.5 കുറക്കണം. അത് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 നിന്ന് 5 പോയാൽ 0 കിട്ടും. 6 നിന്ന് 2 പോയാൽ 4 കിട്ടും. 19 നിന്ന് 4 കുറച്ചാൽ 15 കിട്ടും. 15 ആൻസർ വന്നത്. ഇത് ഏത് എക്സ്പ്രഷൻ ആണെന്ന് അറിയാമോ? x മൈനസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ആണ്. ആ ഒരു ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി 13 മൈനസ് 35 മൈനസ് 8 ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ ചെയ്യും? 35 നിന്ന് 18 ആദ്യം കുറക്കുക. 35 നിന്ന് 18 കുറച്ചിട്ട് അതിൽ നിന്ന് ഇത് കുറക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 118 ആൻസർ കിട്ടും. ഇനി 135 നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ 100 കിട്ടും. 100ൻ്റെ കൂടെ 18 കൂട്ടിയാൽ 118 കിട്ടി. അപ്പം ഇതിൽ നിന്ന് ഇത് കൂട്ടുക, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, അത് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എന്നുള്ള ആ ഫോർമുലയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് 40 മൈനസ് 13 ചെയ്തിട്ടുള്ള ആൻസറാണ് ആദ്യം ഞാൻ എഴുതിയിട്ടുള്ളത്. രണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളത് ചെയ്യാം. 240 40 കുറച്ചാൽ ബാക്കി 200 കിട്ടും. 200ൻ്റെ കൂടെ 13 കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ആണ്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് ഫോർ എനി 3 നമ്പേഴ്സ്. അപ്പോൾ ഏതെങ്കിലും 3 നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ആണ്. എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ആണ്. അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് ആണെങ്കിൽ എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ് എന്നുള്ള എക്സ്പ്രഷൻ. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ്. ഇനി ഇതിനകത്ത് നോക്കൂ, 103 ഇൻറ്റു 15 ആണ്. ഈ 103നെ നമുക്ക് 100 + 3 എന്ന് എഴുതാം. 100 + 3 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 15 കൊടുക്കാം. അപ്പോൾ 100 × 15 3 × 15. 100 × 15 ഈസിയാണ്, 1500. 3 × 15 45 ആണ്. പ്ലസ് ചെയ്യുമ്പോൾ 1545 കിട്ടും. ഇനി 98 × 25. 98ന് നമുക്ക് 100ൽ നിന്ന് 2 കുറക്കാം. അപ്പോൾ 100ൻ്റെ കണക്കുകളൊക്കെ ഈസി അല്ലേ, അതുകൊണ്ടാണ് 100ൽ നിന്ന് കുറക്കുന്നത് കേട്ടോ. 100ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 98 കിട്ടും അല്ലേ, 2 കുറച്ച് 98 കിട്ടും. ഇൻറ്റു
25. അപ്പോൾ 100 ഇൻറ്റു 25ഉം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് 100 ഇൻറ്റു 25ഉം 2 ഇൻറ്റു 25ഉം വരും. അത് 100 ഇൻറ്റു 25 2500 വരും. മൈനസ് 2 ഇൻറ്റു 25 50 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 245 കിട്ടും. 63 ഇൻറ്റു 12 പ്ലസ് 37 ഇൻറ്റു 12. ഇനി അത് 63 പ്ലസ് 37 ഇൻറ്റു 12 എന്നാക്കാം. 63നും 37നെയും കൂടി കൂട്ടുമ്പോൾ 100 കിട്ടും. 100 ഇൻറ്റു 12 എത്രയാണ്? 1200 ആണ്. ഇനി 65 ഇൻറ്റു 11 മൈനസ് 55 ഇൻറ്റു 11. ഇതിനകത്ത് രണ്ടിലും ഉള്ളത് ആരാണ്? 11 അല്ലേ? അപ്പോൾ 11നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് 65 മൈനസ് 55 എന്ന് എഴുതുക. ഇതിന് മുമ്പിലത്തെ എക്സ്പ്രഷനും നമ്മൾ അങ്ങനെ തന്നെ എഴുതിയത്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 12 ആണ്. അപ്പോൾ 12നെ പുറത്തേക്ക് എടുക്കുക, ബാക്കിയുള്ളതിനെ ഒരുമിച്ച് എഴുതുക. 63 പ്ലസ് 37 എന്ന് ഒരുമിച്ച് എഴുതുക. ഇത് രണ്ടാമത്തേലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്. 65 മൈനസ് 55 എന്ന് എഴുതി 11നെ പുറത്തേക്ക് എടുത്തു കോമൺ ആയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. 11 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 110. ഇനി 15 ഇൻറ്റു 3/4 പ്ലസ് 5 ഇൻറ്റു 3/4. ഇനി അത് 3/4 ആണ് രണ്ടിലും ഉള്ളത്. അപ്പോൾ 3/4നെ മാറ്റിക്കഴിഞ്ഞാൽ 15 പ്ലസ് ആ ചിഹ്നം ഇനിയുള്ളത് ഏതാണ്? 3/4യുടെ മുമ്പിൽ ഇൻറ്റു ഉണ്ട്. ഇൻറ്റുവിന് നോക്കണ്ട, അതല്ലാതെയുള്ള ചിഹ്നം പ്ലസ് ആണ് അല്ലേ? അപ്പോൾ 15 പ്ലസ് 5 ഇൻറ്റു 3/4 ചെയ്യുക. അപ്പോൾ നമുക്ക് 15 പ്ലസ് 5 20 കിട്ടും. 20 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ 4 20ൽ 5 ടൈംസ് പോകും. 5 3s 15 ആണ് ആൻസർ. ഇവിടെ 5 1/2 ഇൻറ്റു 23 മൈനസ് 4 1/2 ഇൻറ്റു 23. അത് 23 രണ്ടിലും കോമൺ ആയതുകൊണ്ട് 5 1/2 മൈനസ് 4 1/2 ഇൻറ്റു 23. ഇപ്പോൾ 5 1/2 മൈനസ് 4 1/2 എത്രയാണ്? 5 നിന്ന് 4 മൈനസ് ചെയ്താൽ 1 ആണ്. 11/2 മൈനസ് 4 2 8 പ്ലസ് 1 9/2 വരും. 11 9 മൈനസ് ചെയ്യുമ്പോൾ 3/2 കിട്ടും. ഇൻറ്റു 23 അത് 34 1/2 ആണ് ആൻസർ. ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ 100ൻ്റെ കൂടെ കൂട്ടുകയാണോ 100ൻ്റെ കൂടെ കുറക്കാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇവിടെ നോക്കൂ, 100 പ്ലസ് 103 അല്ലേ? അപ്പം 100 തൊട്ടിട്ട് 110 വരെ നമ്പേഴ്സ് 110 വരെ നമ്പേഴ്സ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 100ൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 101 വന്നാൽ 100 പ്ലസ് 1 ഇൻറ്റു മറ്റേ നമ്പർ, 100 പ്ലസ് 2 ഇൻറ്റു മറ്റേ നമ്പർ, 100 പ്ലസ് 3 ഇൻറ്റു മറ്റേ നമ്പർ, 103 വന്നാൽ 100 പ്ലസ് 3 ഇൻറ്റു മറ്റേ ആ നമ്പർ. അങ്ങനെ ചെയ്യണം. ഇനി 98 97 90യുടെയും 99ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ് വന്നതെന്ന് വിചാരിക്കുക. 90യുടെ 99ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100 മൈനസ് 1, 100 മൈനസ് 2 98 കിട്ടിയില്ലേ? 100 മൈനസ് 3 97 കിട്ടിയില്ലേ? 100 മൈനസ് 4 96 കിട്ടിയില്ലേ? അങ്ങനെ നോക്കുക. മനസ്സിലായില്ലേ? 100ൽ നിന്ന് ഒരു 9 നമ്പർ വരെ കുറക്കണ രീതിയിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നമ്പേഴ്സേ വരുള്ളൂ ക്വസ്റ്റ്യനിൽ. ഇനി ഇത് രണ്ടാമത്തെ ഈ ഒരു കണക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്? രണ്ടിലും ഉള്ളത് നോക്കുക. ഇവിടെ ഇൻറ്റു കഴിഞ്ഞിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സാധനം ഏതാന്ന് നോക്കുക. ആ സാധനത്തിന് നമ്മളിവിടെ പുറത്തെടുത്ത് വെക്കുക. ബാക്കി ഈ ബാലൻസ് തന്നെ ഈ നമ്പറും പിന്നെ ഈ ഒരു ചിഹ്നം പ്ലസും കൂടി നമ്മൾ ഈ രീതിക്ക് എഴുതുക. അതിങ്ങനെ എഴുതി വെക്കുക. മനസ്സിലായ? ഇതും അങ്ങനെ തന്നെയാണ്. നോക്കൂ, 11 കോമൺ വന്നു രണ്ടിലും. ഇൻറ്റു 11 ഇൻറ്റു 11. അപ്പം 11നെ നമ്മൾ ഇൻറ്റു 11 പുറത്തേക്ക് എടുത്ത് എന്നിട്ട് ബാക്കി 65 മൈനസ് 55 അല്ലേ ബാക്കിയുള്ളത്, അതിനൊരുമിച്ച് എഴുതി. ഇതും അങ്ങനെ തന്നെ. നോക്ക്, 3/4ഉം 3/4 രണ്ടിലും ഉണ്ട്. അപ്പോൾ ആ 3/4നെ പുറത്തേക്ക് എടുത്ത് ബാക്കി ഇവിടെ 15, ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു 5. മനസ്സിലായ? അതിനെ ഒരുമിച്ച് എഴുതി. ഇതിനകത്തും അങ്ങനെ തന്നെ 23 ഇൻറ്റു 23 ഇൻറ്റു 23 രണ്ടിലും ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്ത് ആ ഇൻറ്റു 23ന് നമ്മളിത് ഇവിടെ എടുത്ത് എഴുതി വെച്ചു. എന്നിട്ട് ഇവിടെ ബാക്കി 5 1/2 ഉണ്ട്, ഇവിടെ 4 1/2 ഉണ്ട്. അത് രണ്ടും നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി. മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് കിട്ടണമെന്നുള്ളത്? അപ്പോൾ ഇനി കൺഫ്യൂഷനൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, കമൻറ്റിൽ ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് ഈ മാത്സിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഭയങ്കര ഡൗട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. പിന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുത്തത്. ഇത് ബുദ്ധിമുട്ടാണെന്ന് ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് എന്നോട് 2-3 പേര് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ എടുത്തത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും പറയുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്